എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുഖമൊക്കെ തന്നെയെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും രാവിലെ ഓരോരോ പണികളൊക്കെ ആയിരിക്കുമല്ലേ. എല്ലാവരും ജോലികളൊക്കെ ചെയ്ത് ജീവിക്കണ്ടേ. പിന്നെ ഒരു കാര്യം, നമ്മൾ നമ്മുടെ മക്കളെ വളർത്തുമ്പോൾ ലഹരിക്കടിമയാക്കരുത്. കഞ്ചാവ് അതുപോലെയുള്ള സാമഗ്രികളൊന്നും വലിക്കാതെ നോക്കുക. എല്ലാവരും നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെന്നാണ് നമ്മുടെയൊക്കെ ആഗ്രഹം. പക്ഷേ അത് നടക്കുമെന്ന് നമുക്കറിയത്തില്ല. പക്ഷേ എല്ലാ മക്കളോടും ഒരു അപേക്ഷയുണ്ട്, നിങ്ങൾ കഞ്ചാവും ലഹരിയൊന്നും ഉപയോഗിക്കരുത്. ഞാൻ ലഹരിക്ക് വിരുദ്ധമായി ഒന്നും പറയുന്നതല്ല. എല്ലാവരും മദ്യം ആരോഗ്യത്തിന് ഹാനികരമെന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിലും എല്ലാവരും അത് കുടിക്കുകയും ഉപയോഗിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് എന്ന് പറയുന്ന പോലെ അതൊക്കെ ഒരു മിതമായ രീതിയിൽ നമ്മൾ ചെയ്യുക. അധികമായാൽ ആപത്ത്, അമൃത് വിഷമല്ല. അധികമായാലും അമൃത് വിഷമാണെന്ന് പറയുന്ന പോലെ അധികം ആയാൽ ആപത്താണ്. മനസ്സിലായില്ലേ? നമ്മളെ ജോലി കഴിഞ്ഞ് ഇതൊക്കെ ചെയ്യുന്നതിന് കുഴപ്പമില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. പക്ഷേ അത് അധികമായാൽ ആപത്താണ്. ചെറിയ മക്കളോട് പറയാനുള്ളത്, നിങ്ങൾ ലഹരി ഉപയോഗിക്കരുത്. നിങ്ങൾ നന്മ മാർഗത്തിൽ കൂടെ പോകുക. ലഹരി ഉപയോഗിക്കരുത്. കഞ്ചാവ് അങ്ങനെയുള്ള സാധനങ്ങളൊന്നും വെക്കരുത്. നമ്മൾ നേരെ പോകുന്ന രീതിയിൽ നമ്മൾ മുന്നോട്ട് പോകുക. നമ്മുടെ അച്ഛനമ്മമാർ പറയുന്ന കാര്യങ്ങൾ കേട്ട് മുന്നോട്ട് പോവുക. അതാണ് പെൺമക്കളോട് നമുക്ക് പറയാനുള്ളത്. പിന്നെ ലഹരി വിമുക്ത കേരളമാകണം നമ്മുടേത് എന്ന് നമ്മൾ ആരും ഉപദേശിക്കുന്നതല്ല. എല്ലാവരും നല്ല രീതിയിൽ പോയാൽ എല്ലാവർക്കും നല്ലത് എന്ന് ഞാൻ പറയുന്നത്. ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക. ദൈവമാണ് നമുക്കെല്ലാം. മാതാപിതാ ഗുരു ദൈവം. മാതാവും പിതാവും ഗുരുവുമാണ് നമ്മുടെ ദൈവം. അവർ പറയുന്നത് പോലെ നമ്മൾ മുന്നോട്ട് പോവുക. ലഹരി, കഞ്ചാവ് അതുപോലെയുള്ള സാധനങ്ങളൊന്നും ഉപയോഗിക്കാതെ പോവുക. പിന്നെ മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമെന്ന് അവർ എഴുതി കാണിക്കുന്നുണ്ട്. അത് ആവശ്യക്കാർ ഉപയോഗിക്കുക. ചെറിയ പിള്ളേർ ഉപയോഗിക്കുക. പണി കഴിഞ്ഞ് വരുമ്പോൾ എല്ലാവരും ഉപയോഗിക്കണമെന്ന് ഞാൻ പറയത്തില്ല. പക്ഷേ അതൊക്കെ ശീലിച്ചു പോയതുകൊണ്ടാണ്. അത് കുറേശ്ശെ നിർത്തിക്കൊണ്ടിരുവാണെങ്കിൽ നമ്മുടെ നാട് രക്ഷപ്പെടും കേട്ടോ. കഞ്ചാവ് ഉപയോഗിക്കരുത്. ലഹരി വിമുക്ത കേരളമാകണം നമ്മുടെ മക്കൾ. ലഹരി ഉപയോഗിക്കരുത്. ഓക്കെ.